പരിശോധിക്കുകയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്ന്. നമുക്കൊപ്പം ആദ്യം ജിഷാദ് വളാഞ്ചേരി അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ജിഷാദ്, നിപ്പ സംബന്ധിച്ച ആശങ്ക, മറ്റ് സജ്ജീകരണങ്ങൾ, കൂടുതൽ ജാഗ്രതയൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ് എംപോക്സും സ്ഥിരീകരിക്കപ്പെടുന്നത്. നേരത്തെ തന്നെ ഇദ്ദേഹം നിരീക്ഷണത്തിലായിരുന്നു, വിദേശത്ത് നിന്ന് എത്തിയ വ്യക്തിയാണ്. എന്താണ് നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ? നിലവിൽ ഇയാള് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേരളത്തിൽ ആദ്യമായാണ് എംപോക്സ് സ്ഥിരീകരിക്കുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ കേസാണിത്. യുഎയിൽ നിന്നും കഴിഞ്ഞ ആഴ്ച വന്ന 38 വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ദുബായിൽ നിന്ന് എത്തിയപ്പോൾ തന്നെ പനിയെ തുടർന്ന് ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. എംപോക്സ് ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നിലവിൽ ഇയാളുടെ കുടുംബാംഗങ്ങൾ ക്വാറന്റൈനിൽ തുടരാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എംപോക്സ് ബാധിച്ചയാളുടെ റൂട്ട് മാപ്പ് അടക്കം അടിയന്തരമായി തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. എംപോക്സ് സ്ഥിരീകരിച്ചോടെ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് കർശന ജാഗ്രത തുടരുകയാണ്. ജിഷാദ്, ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ എത്ര പേരുണ്ട്? നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം രാജ്യത്ത് സ്ഥിരീകരിക്കുമ്പോഴും ലോകത്ത് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലുമൊക്കെ സംസ്ഥാനത്ത് അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. അതൊക്കെ നമ്മൾ പിന്തുടർന്നു വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമുണ്ടോ ഈ ഘട്ടത്തിൽ? ഒരാഴ്ച മുമ്പാണ് ദുബായിൽ നിന്നും യുവാവ് പനി ബാധിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തുന്നത്. അന്ന് തന്നെ തൊഴിൽപ്പുറത്ത് തടിപ്പ് ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഡോക്ടർമാരുടെ സംശയം ജനിപ്പിച്ചിരുന്നു. പിന്നീട് യുവാവിനെ മെഡിക്കൽ നിരീക്ഷണത്തിലേക്ക് മാറ്റുന്നു. പോസിറ്റീവായതോടെ അതീവ ജാഗ്രതയിലാണ് മെഡിക്കൽ കോളേജ്. ജിഷാദാണ് വിവരങ്ങൾ നൽകിയത്. അല്പം വ്യക്തത കുറവുണ്ട് ശബ്ദത്തിൽ. എന്തായാലും മലപ്പുറത്ത് ആണ് ആദ്യ കേസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിക്കൻ പോക്സിന് സമാനമായ തടിപ്പുകൾ കണ്ടതിനെ തുടർന്നാണ് യുവാവിനെ നേരത്തെ തന്നെ നിരീക്ഷണത്തിലാക്കിയത്. അതിന് പിന്നാലെ നടന്ന പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിദേശത്ത് നിന്ന് വന്നവർ രോഗലക്ഷണമുണ്ടെങ്കിൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും ഇത് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങളും മറ്റ് ചികിത്സ ഉറപ്പാക്കാനുള്ള സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രി അറിയിക്കുന്നു. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഐസൊലേഷൻ സൗകര്യങ്ങൾ ഉൾപ്പെടെയാണ് ആശുപത്രികളിൽ സജ്ജീകരിച്ചിട്ടുള്ളത് എന്നും ആരോഗ്യമന്ത്രി അറിയിക്കുന്നു. ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമില്ല എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സംസ്ഥാനം പുറത്തിറക്കിയിരുന്നതാണ്. അത് സംബന്ധിച്ച് വിദേശത്തു നിന്ന് എത്തുന്നവരെ നിരീക്ഷണത്തിന് വിധേയമാക്കിയിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അധികം ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യം ഇത് സംബന്ധിച്ചില്ല എന്നതാണ് വ്യക്തമാകുന്നത്. എന്താണ്